എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 67ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ മോഹൻ അങ്കിളാണ്. നമസ്കാരം മോഹൻ അങ്കിൾ, വെൽക്കം ബാക്ക്. നമസ്തേ ഡോക്ടർ അജയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. ആ എപ്പിസോഡിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലോടുകൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, ദാജി പുതിയതായിട്ട് ഇറക്കിയൊരു പുസ്തകത്തിനെ കുറിച്ചാണ്. ദ ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗ വാശിഷ്ഠ. ഈ പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എങ്കിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഇത് എല്ലാവർക്കും വേണ്ടി ദാജി എഴുതിയൊരു പുസ്തകമാണെങ്കിൽ കൂടെ യൂത്തിന് വേണ്ടി കുറച്ചധികം എൻഫസൈസ് ചെയ്തു, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് എന്താണ് ഈ ഒരു പുസ്തകം എഴുതാൻ, ഇതിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതേമാതിരി തന്നെ ഇന്നത്തെ ഒരു യൂത്തിന് വേണ്ടി ഈ പുസ്തകം എങ്ങനെയാണ് ദാജി ഗൈഡ് ചെയ്തിരിക്കുന്നത്, ഈ പുസ്തകത്തിലൂടെ എങ്ങനെയാണ് ദാജി ഗൈഡ് ചെയ്യുന്നത്? ഇത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുമായിട്ടുള്ള സംവാദമാണ്. ചോദ്യോത്തര രൂപത്തിൽ, ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ. അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീരാമൻ അന്ന് 16 വയസ്സാണ് പ്രായം. അപ്പോൾ യൂത്ത് ആണ്. അപ്പോൾ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ലക്ഷ്മണൻ, പിന്നെ ഭരതൻ, ശത്രുഘ്നനും, ഇത് 4 പേരും ചേർന്ന് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ്. ഏകദേശം 1 വർഷം. അപ്പോൾ യൂത്ത് ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര. അപ്പോൾ അയോധ്യയിൽ മുഴുവൻ അവർ കറങ്ങി നടക്കുന്നു. അയോധ്യ തലസ്ഥാനമാണ്, അവരുടെ രാജ്യം മഹാകോസലമാണ്, വലിയ രാജ്യമാണ്. അപ്പോൾ അവർ എല്ലാ ഈ ഉല്ലാസ കേന്ദ്രങ്ങളിലും പോകുന്നു. പിന്നെ മഹർഷിമാരെ സന്ദർശിക്കുന്നു, അവരുടെ പഠനാശ്രമങ്ങളിൽ പോകുന്നു. പുഴകളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് 1 വർഷത്തെ ഉല്ലാസയാത്രയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞ് കൊട്ടാരത്തിലെ പഴയ ജീവിതം തുടരുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീരാമന് ഒരു വിഷാദം ബാധിച്ചു.
അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഒരു സ്വപ്നം പോലെ തോന്നി. അതൊന്നും ഇപ്പോൾ യാഥാർത്ഥ്യമല്ലല്ലോ, കഴിഞ്ഞ ഒരു വർഷത്തിലെ സംഗതികളൊന്നും തന്നെ. അപ്പോൾ ഈ വിഷാദത്തിന് കാരണമായിട്ട് അടിസ്ഥാനപരമായിട്ട് 6 ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് അദ്ദേഹം വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്. ഒരു സിക്സറാണ്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ, ഭയം എവിടെ നിന്ന് വരുന്നു? ഈ ലോകത്തിൽ സമാധാനം സാധ്യമാണോ? മറ്റൊരു ചോദ്യം. മൂന്നാമത്തെ, ഞാൻ ആരാണ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? പുറമേ എല്ലാം ഓക്കെ ആയിട്ട് തോന്നുന്നു എനിക്ക്, പക്ഷേ എൻ്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു, ബോറടിക്കുന്നു, ഉള്ളിലൊരു അസ്വസ്ഥത, ദുഃഖം. ഇതാണ് ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യുവാക്കൾക്ക് അപ്ലിക്കബിളാണ്, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് യുവാക്കളുടെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയിട്ടെന്ന് പറയുന്ന കാര്യം. ഈ ചോദ്യങ്ങൾ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്, രാജഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയോട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. അപ്പോൾ ഇന്നത്തെ യുവാക്കളുടെ ഉള്ളിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇതുപോലെ മറ്റൊരു രാജകുമാരനെ നമുക്കറിയാം വിഷാദം ബാധിച്ചത്. ആരാത്? ശ്രീബുദ്ധൻ. അദ്ദേഹം സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നില്ലേ ആദ്യം. ഒരു ദിവസം ഇതുപോലെ സാരഥിയുടെ കൂടെ നാട്ടിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം കാണുന്നത് ഒരു ശവശരീരമാണ്, ഡെഡ് ബോഡി. സാരഥിയോട് ചോദിക്കുക ഇതെന്താന്ന്. അപ്പോൾ ഇത് ശവശരീരമാണെന്ന് പറയും. അപ്പോൾ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അത് ശ്മശാന ഭൂമിയിലേക്കാണ്. അവിടെ കൊണ്ടുപോയി അത് കത്തിച്ച് കളയും. അപ്പോൾ ഇത് എല്ലാവരും ഇത് ബാധിക്കുമെന്ന് ചോദിച്ചു. എല്ലാവരും ഇത് ബാധിക്കും. ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല. കുറേ കഴിഞ്ഞാൽ ശ്മശാന ഭൂമിയിലേക്ക് പോകാനുള്ളതാണ്, അവിടെ കത്തിയമരാനുള്ളതാണ് എന്നുള്ള ഒരു ഫീലിംഗ് സിദ്ധാർത്ഥ രാജകുമാരനെ അസ്വസ്ഥനാക്കി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ആൾ വടികുത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിറച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ ഇതാണ് വാർദ്ധക്യം എന്ന് പറയും. അങ്ങ് ഇപ്പോൾ കൗമാരത്തിലാണല്ലോ ഉള്ളത്, കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മധ്യവയസ്സിലെത്തും, അത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കിടക്കും. എല്ലാവരെയും ബാധിക്കുന്നത്. വീണ്ടും രാജകുമാരൻ അസ്വസ്ഥമായി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം സ്ഥായി അല്ലാത്ത ഭാവങ്ങൾ കാണുന്നു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ അസുഖം ബാധിച്ച ഒരാളെ ഈ മഞ്ചലിൽ ചുമന്നുകൊണ്ട് വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക ചികിത്സിക്കാൻ. ജ്വരം ബാധിച്ച ആൾ. ഇതെന്താണ്? ഇത് രോഗമാണെന്ന് പറയും. രോഗം ബാധിച്ച ആളാണ് അദ്ദേഹം. വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അപ്പോൾ രോഗം എല്ലാവരെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കുന്നു. അപ്പോൾ രാജകുമാരൻ്റെ വിഷാദം പരിപൂർണമായി. അപ്പോൾ വാർദ്ധക്യം, രോഗം, മരണം, 3 എണ്ണമാണ് അദ്ദേഹം കാണുന്നത്. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോയ ആളല്ല തിരിച്ചു വന്നത്, വിഷാദം ബാധിച്ചിരിക്കുന്നു, ഡിപ്രഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ശുദ്ധോദന മഹാരാജാവ് ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം രാജ്യസഭ കൂടി മന്ത്രിമാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു, അടുത്ത രാജാവാൻ പോണ ആളല്ലേ ഇത്. രാജകുമാരൻ പോയ മാതിരിയല്ല തിരിച്ചു വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് വിഷാദം ബാധിച്ചിരിക്കുന്നു. ഈ വിഷാദത്തിൽ നിന്ന് കുമാരനെ പുറത്തെടുക്കാൻ എന്താണ് വഴി എന്ന് ചർച്ച ചെയ്യണം. പലരും പല പരിഹാരങ്ങളും പറഞ്ഞു. രാജാവിന് അതിൽ കൂടുതൽ താല്പര്യം തോന്നിയതെന്ന് വെച്ചാൽ വിവാഹം കഴിപ്പിക്കാം, വിഷാദത്തിന് പരിഹാരം. അത് കഴിഞ്ഞ് യശോദരയെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടിയുണ്ടായി, രാഹുൽ. പക്ഷെ ഇതൊന്നും സിദ്ധാർത്ഥ രാജകുമാരൻ്റെ വിഷാദത്തിന് പരിഹാരമായില്ല. അവസാനം ഒരു ദിവസം രാത്രി യശോദരയും രാഹുലിനെയും വിട്ട് അദ്ദേഹം പോവുകയാണ്. പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞു ഈ വിഷാദത്തിൻ്റെ രീതിയിൽ.
പിന്നീട് ഒരു ബോധിവൃക്ഷത്തണലിരുന്ന് തപസ്സായി. പിന്നെ 7 വർഷമാണ് തപസ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധോദയം വന്നു, മുഖത്തൊക്കെ ഒരു പ്രകാശം. ശിഷ്യന്മാരൊക്കെ ഓടിക്കൂടി. അദ്ദേഹം ശ്രീബുദ്ധനായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ ബുദ്ധമതത്തിൻ്റെ പ്രചരണവും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം യശോദരെ കാണാൻ വരുന്നുണ്ട് ശ്രീബുദ്ധനായതിനു ശേഷം. അപ്പോൾ യശോദരയും ബുദ്ധനും അതുപോലെ തന്നെ രാഹുലും കൂടിയിട്ടുള്ള ആ മീറ്റിംഗ് ഉണ്ടല്ലോ, വൈകാരികമായ മുഹൂർത്തമാണത്. അപ്പോൾ യശോദര ചില ചോദ്യങ്ങൾ ചോദിക്കും. പ്രധാന ചോദ്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങ് ഇപ്പോൾ നേടിയിട്ടുള്ള ഈ അവസ്ഥ, ഈ രാജകൊട്ടാരത്തിൽ എൻ്റെയും രാഹുലിൻ്റെയും കൂടെ ജീവിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ട് നേടാൻ സാധിക്കില്ലേ എന്നാണ് ചോദ്യം. ബുദ്ധൻ്റെ മറുപടി തീർച്ചയായിട്ടും സാധിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെ? അപ്പം അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, എനിക്ക് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഈ യശോദരയുടെയും രാഹുലിൻ്റെയും വൈകാരികമായ കഷ്ടപ്പാടുകൾക്ക് ആര് സമാധാനം പറയും? ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ അതിനുശേഷം അദ്ദേഹം രാജ്യം ഭരിക്കാനൊന്നും തയ്യാറാവുന്നില്ല. പിന്നീടും ബുദ്ധനായിട്ട് തന്നെ പോകും. അപ്പോൾ ഇതാണ് ആ രാജകുമാരൻ്റെ സാഹചര്യം. പക്ഷേ ശ്രീരാമൻ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരു വസിഷ്ഠ മഹർഷി ഗൃഹസ്ഥാശ്രമിയാണ്. അദ്ദേഹത്തിന് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമം നശിപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മക്കൾ വധിക്കപ്പെട്ടു. അങ്ങനെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് വസിഷ്ഠ മഹർഷി. അതിലൂടെ അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള മഹർഷിയാണ് ശ്രീരാമനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. ശ്രീരാമനോ അതിനുശേഷം അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായി മാറി. ഇതിനുശേഷം അദ്ദേഹം കർമ്മനിരതനാവണു, വിവാഹം കഴിക്കുന്നു, രാജാവാകുന്നു. ഇന്നും നമ്മൾ രാമരാജ്യം എന്ന് പറയില്ലേ, അതായത് പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് രാമരാജ്യം. അപ്പോൾ ഒരുപക്ഷെ ശ്രീബുദ്ധൻ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധരാജ്യം അല്ലെങ്കിൽ ബുദ്ധദേശം ഉണ്ടായേനെ. അതുണ്ടായില്ല. അപ്പോൾ യോഗവാസിഷ്ടം മഹത്തായ ചില കാര്യങ്ങൾ നമ്മളോട് പറയണം. എന്താണ് ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുക? ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ആവശ്യകത പ്രധാനമായിട്ട് അതാണ്. ഇത് രണ്ടിലും വ്യത്യാസം കാണുക. മറ്റൊന്ന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ അനിവാര്യത, കുടുംബജീവിതത്തിൻ്റെ അനിവാര്യത. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുക. അപ്പോൾ ഭാരതത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മഹാവാക്യമാണ് വസുദൈവ കുടുംബകം. ഭാരതത്തിന് മാത്രമേ ഉള്ളൂ ആ സങ്കല്പം. അതായത് പ്രപഞ്ചം മുഴുവൻ ഒരു ഫാമിലിയാണ്. വേറെ ഒരു രാജ്യത്തിനും ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ വസുദൈവ കുടുംബകമാണ് ഭാരതത്തിൻ്റെ എല്ലാ ഭാരതീയൻ്റെ രക്തത്തിലുമുള്ള മഹാവാക്യമാണ് പ്രപഞ്ചം എന്നുള്ള കുടുംബം. എന്നാൽ നമുക്ക് എല്ലാവർക്കും 4, 5, 6 പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമുണ്ട് അല്ലേ? അതാണ് ഈ വസുദൈവ കുടുംബകത്തിൻ്റെ വിത്താണോ വൃക്ഷമാണോ ആദ്യം ഉണ്ടായതെന്ന് വെച്ചാൽ എന്താ മറുപടി പറയുന്നത്? തത്വചിന്ത തുടങ്ങിയ കാലത്തുള്ള ഒരു ചോദ്യമാണിത്. ആദ്യം ഉണ്ടായത് വിത്താണോ അതോ മരമാണോ? ചിക്കനാണോ ആദ്യം ഉണ്ടായത്, എഗ്ഗാണോ ആദ്യം ഉണ്ടായത്? ചിക്കൻ കണ്ടാൽ ചിക്കൻ ഉണ്ടാവണമെങ്കിൽ എഗ്ഗ് വേണം, എഗ്ഗ് ഉണ്ടാവണമെങ്കിൽ ചിക്കൻ വേണം. ബാബുജി മഹാരാജിന് മനോഹരമായ ഒരു മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം എന്താ പറയാറ് ഈ ചോദ്യത്തിൽ? അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഈശ്വരൻ ഒരു വിഡ്ഢിയല്ല,
വലിയ വലിയ മരങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ട് നടന്ന് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നട്ടുപിടിപ്പിക്കാൻ. അതിന് പകരം ഒരു പാക്കറ്റ് വിത്ത് അദ്ദേഹം പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കും, ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പ്ലാന്റ് ചെയ്യും. അതായത് ബാബുജി മഹാരാജ് പറയണ വിത്താണ് ആദ്യം ഉണ്ടായത് അല്ലേ. അതായത് ആദ്യം കുടുംബം, പിന്നീട് വസുദൈവ കുടുംബം, അതല്ലേ. പക്ഷേ ഇന്നത്തെ യുവാക്കൾ വിവാഹത്തിനോട് പൊതുവെ വൈമുഖ്യം കാണിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ലേറ്റ് മാരേജ്, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭാവി തലമുറയെക്കുറിച്ച് അവർ അത്രമാത്രം ശ്രദ്ധയില്ല അവർക്ക്. ഭാവി തലമുറയ്ക്ക് നമ്മളൊരു കളമൊരുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ യുവാക്കൾ അത്ര ബോധവാന്മാരല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുക. പക്ഷേ കുടുംബം എന്നത് ആത്മീയ പരിശീലനത്തിനുള്ള ഒരു കളരിയും കൂടിയാണ്. കാരണം നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയില്ലേ, നമ്മൾ സംസ്കാരങ്ങളെ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങളെ കൊണ്ട് തന്നെ മരിക്കുന്നു. സംസ്കാരങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു വന്ന് മോക്ഷപ്രാപ്തി എന്ന് പറയും. അപ്പോൾ ഈ സംസ്കാരങ്ങളുടെ പ്രകടനമാണ് നമ്മുടെ ജീവിതം, അതിൻ്റെ എക്സ്പ്രഷനാണ്. ഒരു വിത്ത് വളർന്ന് വൃക്ഷമാവുന്നത് പോലെ. ഇപ്പോൾ നമുക്ക് സൃഷ്ടിയുടെ തത്വം പറയുക എങ്ങനെ വെച്ചാൽ ഏതോ വാനസ്യ മഹിമ എന്നാണ്. ഓരോ സൃഷ്ടി ഉണ്ടായത് അതിൻ്റെ മഹത്വം വിളിച്ച് ഓതാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അതായത് അന്തർലീനമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും ഉണർത്തി കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള റോൾ പ്ലേ ഉണ്ട് നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ. അപ്പോൾ അത് പ്രകടമാക്കേണ്ടതുണ്ട് നമ്മൾ മനോഹരമായ രീതിയിൽ. അങ്ങനെ പ്രകടമാക്കുമ്പോൾ മാത്രമേ സംസ്കാരങ്ങളുടെ പ്രകടനത്തിലൂടെ മാത്രമേ അതിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. അപ്പോൾ എന്താ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വ്യത്യസ്തമായ റോളുകൾ, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, സുഹൃത്ത്, അയൽക്കാരൻ, അങ്ങനെ എത്രയോ റോളിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ റോളും മനോഹരമായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവതരിപ്പിക്കണേ എന്ത് വേണം? നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാന്ന് നമ്മൾ അറിയണം. അത് പ്രധാനമല്ലേ. അപ്പോൾ വേദങ്ങളിലൊക്കെ ഉണ്ട് ഈ സൃഷ്ടിയെക്കുറിച്ച് സ്ഫോടനവാദം. നമ്മൾ ഇന്ന് പറയുന്നില്ലേ ബിഗ് ബാങ് തിയറി. അപ്പോൾ ഈ സ്ഫോടനവാദം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ ചില സമയത്ത് നിരാകാരനായിരിക്കും, രൂപമില്ലാതെ. മറ്റ് ചിലപ്പോൾ സാകാരനായിരിക്കും, രൂപമുണ്ടാവും. അപ്പോൾ നിരാകാരനായിരിക്കുന്ന, ശൂന്യതയിലിരിക്കുന്ന ഈശ്വരൻ, നിരാകാരനായിട്ടുള്ള ഈശ്വരൻ രൂപം പൂണ്ട്, ഒരു സ്ഫോടനത്തിലൂടെ രൂപം പൂണ്ടു എന്നാണ്. ആ സ്ഫോടനത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ ഓങ്കാരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഓങ്കാരത്തിനെ അക്ഷരബ്രഹ്മം എന്ന് പറയാം. അപ്പോൾ ഒരു ശബ്ദത്തിലാണ്, ആ ശബ്ദമാണ് ഓങ്കാരം. ആ ശബ്ദത്തൂടെ ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം എന്ന് പറയാം. അതാണ് സ്ഫോടനവാദം, വേദങ്ങളിലുണ്ട്. ഇന്ന് നമ്മളത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നു. ബിഗ് ബാങ് എന്ന് പേരുണ്ടെങ്കിൽ ചെറിയൊരു സ്ഫോടനമാണത്. അപ്പോൾ നമ്മൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉള്ളിൽ ഉടനെ തന്നെ ഒരു രൂപം ഉണ്ടാവും, അതിനോട് ബന്ധപ്പെട്ട ഒരു ഭാവം ഉണ്ടാവും അല്ലേ. ആന എന്നുള്ള ശബ്ദം കേട്ട് ആനയുടെ രൂപം വരും, ആന ഭയം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. അപ്പോൾ രൂപവും ഭാവവുമാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഫോടന സിദ്ധാന്തം നമ്മൾ വേദങ്ങളിലുള്ളതും ബിഗ് ബാങ് തിയറിയും ഒരേ മാതിരിയാണ് ശരിക്കും. അപ്പോൾ ഈ സൃഷ്ടി നടന്നപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, എല്ലാ സൃഷ്ടിയിലും നിശ്ചലമായ ഒരു കേന്ദ്രബിന്ദുണ്ട്, ചലിക്കുന്ന ഒരു ബാഹ്യമുണ്ട്. നിശ്ചലമായ കേന്ദ്രത്തിന് നമ്മൾ പുരുഷൻ എന്ന് പറയുന്നു, ആത്മാവ്. ചലിക്കുന്ന ബാഹ്യത്തിനെ പ്രകൃതി എന്ന് പറയുന്നു. അപ്പോൾ കണ്ട് രസിക്കാനാണ് സൃഷ്ടി ഉണ്ടായതെന്ന് പറഞ്ഞു. എല്ലാ വൈവിധ്യങ്ങളും പ്രകടമാക്കി കണ്ട് രസിക്കാൻ, സച്ചിദാനന്ദം എന്നാണ് സൃഷ്ടിയുടെ മറ്റൊരു വാക്ക്.
അപ്പോൾ ഈ രസിക്കണമെങ്കിൽ എന്ത് വേണം? കേന്ദ്രം നിശ്ചലമായ, ആ നിശ്ചലമായ കേന്ദ്രത്തിൽ പുരുഷനിരുന്നു കൊണ്ട് ചലിക്കുന്ന പ്രകൃതിയെ കണ്ട് രസിക്കുകയാണ്. അപ്പോൾ ഈ നിശ്ചലാവസ്ഥയും ചലനവും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് രസിക്കാൻ പറ്റുള്ളൂ. സൃഷ്ടിയിലെ ഇതുള്ളൂ. അതിനാണ് സച്ചിദാനന്ദം. നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്ക് ആനന്ദം തരണമെങ്കിൽ നമ്മുടെ കേന്ദ്രം ഫിക്സ്ഡ് ആയിരിക്കണം. പക്ഷേ സൃഷ്ടിയിൽ പലപ്പോഴും കാണുന്നത് എന്താണ്? അസ്വസ്ഥതയും ദുഃഖമാണ്. അപ്പോൾ കണ്ട് രസിക്കാനുള്ള പരിപാടി വാസ്തവത്തിൽ നമുക്ക് ദുഃഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിനെന്താ കാരണം? നമ്മളുടെ സെൻറ്റർ ഫിക്സ് ചെയ്യണതിന് പകരം നമ്മൾ എക്സെൻട്രിക്കാണ്, സെൻറ്റർ ഫിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിശ്ചലമായ കേന്ദ്രവും ചലിക്കുന്ന ബാഹ്യം രണ്ടും ചലിക്കുകയാണെങ്കിലോ നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ആസ്വാദനത്തിൻ്റെ ഐഡിയ എന്താണ്? ബോധത്തിനെ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത. ബോധത്തിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അത് ധ്യാനമാണ്. അതിലാണ് ജീവിതത്തിൻ്റെ ആസ്വാദനം. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് യോഗവാസിഷ്ടം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വഴികാട്ടിയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, യഥാർത്ഥ ഗുരുവിൻ്റെ ആവശ്യകത. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംപ്രേഷണത്വത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അതിവേഗത്തിൽ നമ്മളെ സെൻറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ആവശ്യകത. കാരണം നമുക്ക് എല്ലാത്തിനെയും പ്രകടമാക്കി സംസ്കാരങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, ഇതെല്ലാം നടക്കണമെങ്കിൽ വേണം ബോധത്തിൻ്റെ കേന്ദ്രീകരണം ആവശ്യമാണ്. ബോധത്തിൻ്റെ കേന്ദ്രീകരണം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ബോധത്തിനെ നമ്മൾ ഹൃദയത്തിൽ ഒതുക്കുന്നു. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ യോഗവാസിഷ്ടം നമ്മളോട് പറയുന്നു. ഇത് 3ഉം ഇന്നത്തെ യുവാക്കൾക്ക് സ്വീകരിക്കാവുന്ന വഴികാട്ടിയായിട്ടുള്ള മെത്തേഡ്സാണ്. കാരണം ഇന്ന് ഈ സംഗതികൾ അറിയാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വക ചോദ്യങ്ങളിലൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ഊർജം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അതിനൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. അതാണ് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ആവശ്യകത. യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ അതിനു പുറമെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കളമൊരുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇത്തരം 4 കാര്യങ്ങളിലേക്കാണ് ഈ യോഗവാസിഷ്ടം വിരൽ ചൂണ്ടുന്നത്. ഈ 4 കാര്യങ്ങളും ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇത് ഉപയോഗപ്രദമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്രദമായിട്ടുള്ളത് യുവാക്കൾക്ക്. താങ്ക് യു സോ മച്ച് അങ്കിൾ. റെലവൻസിനുപരി അതെന്തുകൊണ്ട് റെലവൻ്റ് ആണെന്നുള്ള ബുദ്ധ മഹർഷിയുടെ അതേമാതിരി തന്നെ ലോർഡ് റാം അല്ലേ, ശ്രീരാമൻ്റെ ജീവിതത്തിൽ നിന്നും രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് അങ്കിൾ പറയുണ്ടായി. അതുപോലെ തന്നെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഒരു രണ്ടും രാജാക്കന്മാരാണ് അല്ലേ, പക്ഷേ ഒരാൾ രാമരാജ്യം എന്ന് പറയുന്നതും എന്തുകൊണ്ട് ബുദ്ധൻ്റെ പേരിൽ അങ്ങനെ പറയുന്നില്ല? ആ ഗുരുവിൻ്റെ ഒരു റിലവൻസ് അങ്കിൾ അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏത് ഗുരുവിൻ്റെ ഗൈഡൻസിലൂടെയാണ്, എങ്ങനത്തെ ഒരു ഗുരുവാണ് അവിടെ ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് അങ്കിൾ പറയാതെ എനിക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അതേമാതിരി തന്നെ ഗൃഹസ്ഥാശ്രമം ഈ ഇപ്പോഴത്തെ യൂത്ത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ അതിന്ന് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടിച്ച് മാറി നീങ്ങുന്നൊരു സമയത്ത് ഇങ്ങനൊരു പുസ്തകം വരികയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അങ്കിൾ വളരെ മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായി. താങ്ക് യു സോ മച്ച് അങ്കിൾ. അതേമാതിരി അങ്കിൾ പറഞ്ഞ പോലെ തന്നെ ഈ പുസ്തകം 4 പാർട്ടായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ പാർട്ടിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട് യോഗവാസിഷ്ടത്തിലൂടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതും അങ്കിൾ വളരെ ബ്രീഫായിട്ടും അതേപോലെ തന്നെ ആഴത്തിലും ടച്ച് ചെയ്യുന്നുണ്ടായി. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. ഉറപ്പായിട്ടും ഈ ഒരു എപ്പിസോഡ് നമ്മുടെ എല്ലാ യുവാക്കൾക്കും അതേമാതിരി തന്നെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രായക്കാർക്കും ഈ പുസ്തകം വായിക്കാനായിട്ടുള്ളൊരു പ്രചോദനമാവുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും എല്ലാ ഹൃദയനിർഭരം ധ്യാനത്തിലും ചെയ്യുന്നത് പോലെ തന്നെ റിലാക്സേഷൻ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ യൂണിവേഴ്സൽ പ്രെയറിലൂടെ ഇത് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു അങ്കിൾ.
അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം.